സുഗന്ധഗിരി മരം മുറിക്കലിൽ വയനാട് DFO ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഗുരുതര കണ്ടെത്തൽ. ഉദ്യോഗസ്ഥർ വനം കൊള്ളയ്ക്ക് ഒത്താശ ചെയ്തു എന്നാണ് അന്വേഷണ റിപ്പോർട്ട്. മേൽനോട്ട ചുമതലകളിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർ മരമുറിക്കാരിൽ നിന്ന് പണം വാങ്ങി. കേസിൽ കൂടുതൽ ഉദ്യോഗസ്ഥരും പ്രതികളാകും. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ 24-നോട് പറഞ്ഞു. വനം വകുപ്പിലെ വിജിലൻസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക ടീമാണ് സുഗന്ധഗിരിയിലെ വനമുറിയുമായി ബന്ധപ്പെട്ട ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയത്. വനം വകുപ്പിലെ വാച്ചർ മുതൽ DFO വരെ ഉൾപ്പെടെ 18 പേരുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്നാണ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. നിയമാനുസൃതമായി എന്തെല്ലാം നടപടികളാണോ സ്വീകരിക്കേണ്ടത് കർശനമായി തന്നെ ആ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാനാണ് വിജിലൻസ് മേധാവിക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. വനം കൊള്ളക്ക് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് വനം വകുപ്പിൽ സൂര്യവിഹാരം നടത്താൻ സാധിക്കാത്തൊരു സാഹചര്യം സൃഷ്ടിക്കാനാണ് ഗവൺമെൻറ് ആലോചിക്കുന്നത്. ദീപക് ധർമ്മടമുണ്ട് ഇപ്പോൾ കോഴിക്കോട് വിവരങ്ങളുമായി. ദീപക്, ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ വഴിവിട്ട് ഇടപെടലുകൾ ഉണ്ടായി എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്? ദീപക്. ഉന്മേഷ്, വനപാലകർ വനസംരക്ഷണം നടത്തേണ്ടവർ വനം കൊള്ളയ്ക്ക് കൂട്ടുനിന്നു എന്നുള്ളതും വലിയൊരു വനം കൊള്ളയ്ക്ക് വനം മാഫിയയ്ക്കൊപ്പം മരമുറി സംഘത്തിനൊപ്പം ഒരു ഉദ്യോഗസ്ഥ വൃന്ദമാകെ വിവിധ അളവിലുള്ള കുറ്റകൃത്യം ചെയ്തുകൊണ്ട് പങ്കെടുത്തു എന്നുള്ളതുമാണ് വനം വിജിലൻസ് മേധാവി ഡോക്ടർ L ചന്ദ്രശേഖരന്റെ അന്വേഷണ റിപ്പോർട്ടിൽ കണ്ടെത്തിയത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, ഒന്ന്, ഈ വാർത്ത ആദ്യം പുറത്തുവിടുന്നത് 24 ആണ്. മാത്രവുമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സാധാരണ പൊതുവെ വയനാട്ടിലൊക്കെ പറയുന്നത് വനം കൊള്ള നടക്കണമെങ്കിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒത്താശ വേണമെന്നുള്ളതാണ്. അത് കൃത്യമായി അക്കമിട്ട് നിരത്തുന്നതാണ്. 18 പേരുടെ പങ്കാളിത്തമാണ്. അതിൽ DFO, സൗത്ത് വയനാട് DFO മുതൽ അവിടുത്തെ റേഞ്ച് ഓഫീസർ മുതൽ ഇങ്ങോട്ട് ഏറ്റവും താഴെത്തട്ടിലുള്ള ഫോറസ്റ്റ് വാച്ചർ വരെ ഒരു ശൃംഖലയായി വിവിധ രീതിയിൽ ഒരു കുറ്റകൃത്യത്തിന് കൂട്ടുനിന്നു എന്നുള്ളതാണ് ഈ അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ വനം അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാൽ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. വനം മന്ത്രി നമ്മളോട് പറഞ്ഞത് കർശനമായ നടപടിയിലേക്ക് കടക്കുമെന്നുള്ളതാണ്. ഗുരുതരമായ കണ്ടെത്തലുകളാണ് DFO മുതൽ വാച്ചർ വരെയുള്ളവർക്ക് എതിരെ ഉണ്ടായത് എന്നുള്ളതാണ് വനം മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞത്. ഏതായാലും പശ്ചിമഘട്ട മലനിരയിലെ വനം കൊള്ള ഒരു വലിയ പ്രശ്നമാണ്. ഈ പ്രശ്നത്തിൽ പച്ചപ്പിനെ സംരക്ഷിക്കേണ്ടവർ തന്നെ കൊള്ളയ്ക്ക് കൂട്ടുനിന്നു എന്നുള്ളതാണ് കൃത്യമായി ഇതിൽ കണ്ടെത്തലുള്ളത്. ഇനി നടപടിയിലേക്കാണ് കടക്കേണ്ടത്. ഉന്മേഷ്. ശരി, ദീപക് ധർമ്മടമാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.